അങ്ങനെ നമ്മുടെ സംഗീത നൈറ്റിന്റെ ക്ഷീണമൊക്കെ തീർന്ന് അല്ല സത്യം പറഞ്ഞ ക്ഷീണമൊന്നും തീർന്നിട്ടില്ല. ക്ഷീണം തീർക്കാനുള്ള ടൈം നമുക്കില്ല. അപ്പൊ ആ ക്ഷീണത്തോടു കൂടി തന്നെ ഇന്ന് ഫുള്ള് കറക്കാണ്. നമ്മൾ അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അമ്മയും അമ്മായും സുന്ദേച്ചിയും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ കറങ്ങാൻ പോവാനായിട്ട്. ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കറങ്ങാനുള്ള സ്ഥലം തീരുമാനിക്കുക, അങ്ങോട്ട് പോവുക, അടിച്ചു പൊളിക്കുക. അത് തന്നെയാണ് ഇന്നത്തെ ദിവസം. പിന്നെ കറക്കവും ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞിട്ട് വേറൊരാളെ കാണാനും കൂടി പോണം കേട്ടോ നമുക്ക്. അപ്പൊ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങിയിട്ട. രാജേഷ് ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. അതായത് രാജേഷ് ചേട്ടൻ അവിടെ തന്നെയാണ് ജോലി ചെയ്യണേ. അപ്പൊ രാജേഷ് ചേട്ടൻ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം അറിയാം. അപ്പൊ രാജേഷ് ചേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനും താജ് ഹോട്ടൽ കാണാനുമാണ്. നല്ല തണുപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. ഞങ്ങൾ എത്തിയ ദിവസം തൊട്ട് അവിടെ ചൂടാണ്. ഇന്ന് പ്രത്യേകിച്ച് നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഒന്നും നോക്കാനില്ല. നമ്മൾ ആകെ കുറച്ചു ദിവസം ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള ദിവസങ്ങൾ എന്തായാലും ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാണ്ട് നല്ലോണം അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാ, അടിച്ചു പൊളിക്കുക അല്ലെ. അപ്പൊ ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അവിടെ പണികൾ നടക്കണ കാരണം കൊണ്ട് നമ്മളെ അതിന്റെ ഉള്ളിൽ കൂടെ ഒന്നും കടത്തി വിട്ടില്ല. പിന്നെ അതാ കാണുന്നതാണ് താജ് ഹോട്ടൽ. അവിടെ ചെന്നിട്ട് വലിയ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അവിടെ എല്ലാം ഞങ്ങൾ നടന്ന് കണ്ടു. പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ താജ്മഹലൊക്കെ പോകുമ്പോ അവിടെയൊക്കെ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നടക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെയും കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ 50 രൂപയല്ലേ പോട്ടെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി 2-3 ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ കുറെ കുൽഫി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ച് അങ്ങോട്ട് വെച്ചു. പൈസ ഒന്നും നോക്കാൻ പോയില്ല. പൈസ പോട്ടെ, പവർ വരട്ടെ എന്നും പറഞ്ഞിട്ട്. മെയിൻ ഉദ്ദേശം അടുത്തതായിട്ട് പോകുന്ന ഈ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഫാഷൻ സ്ട്രീറ്റ്. ഇവിടെ നിന്ന് ഒരു വമ്പൻ പർച്ചേസ് ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത് തന്നെ. നമുക്ക് ചോദിച്ച് അങ്ങോട്ട് പോവാന്ന് പറയണ പോലെ ഞങ്ങൾ പേശി അങ്ങോട്ട് എല്ലാ കടകളിലും കയറി മൊത്തത്തിൽ അങ്ങോട്ട് തൂത്തുവാരി പോന്നു കേട്ടാ. പിന്നെ ഇവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറച്ച് ഹിന്ദിയൊക്കെ വശമുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പേശിയിട്ടേ ചില കടകളിൽ നിന്ന് നല്ല ഓഫറിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ചില സ്ഥലത്ത് ഭയങ്കര ഫിക്സഡ് റേറ്റ് ആണ്. അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾ പോയില്ല. അങ്ങനെ ആ പർച്ചേസിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പിന്നൊരു കാര്യം പറയാം, ഈ ദിവസത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബില്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ആൾക്കാർ അതൊന്ന് പോയി ചെക്ക് ചെയ്തോട്ടാ. നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയത് ഫൗണ്ടൈൻ പ്ലാസ എന്ന് പറഞ്ഞ നാടൻ കേരളത്തിലെ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടാ. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. ബില്ല് വന്നപ്പോ അത് അതിലും അടിപൊളിയായിരുന്നു കേട്ടാ. അങ്ങനെ ഫുഡ് അടി തീർത്ത് നമ്മൾ ബാക്കി നിർത്തിയ ആ പർച്ചേസും കൂടി തീർത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോവാണ്ടെന്ന്, അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. വേറെ എവിടേക്കും അല്ല, നമ്മുടെ സന്തോഷേന്റെയും ശ്വേതേച്ചിയുടെയും ഫ്ലാറ്റിലേക്കാണ് കേട്ടാ. പിന്നെ അങ്ങോട്ട് കുറെ നേരം നാട്ടുവർത്താനവും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരുന്നു കേട്ടാ ഞങ്ങള്.